വെള്ളം ചോദിച്ച ബിലാൽ തങ്ങളുടെ വായയിലേക്ക് ഉമയ്യത്തദാ മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ്, എത്ര സങ്കടമാണ്, എത്ര പീഡനങ്ങളാണ് മഹാന്മാരായ സ്വഹാബത്ത് അനുഭവിച്ചതെന്നറിയോ? അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. അല്ലാഹ്, എത്ര വിഷമങ്ങളാണ് ബിലാൽ തങ്ങൾ അനുഭവിച്ചത്. മദീനയുടെ പൂങ്കുയിലായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ബാഗുകാരനായ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ, കറുകറുത്ത ശരീരമാണെങ്കിലും ശരീരത്തിന്റെ കവയാതരത്തിന്റെ അകത്ത് വെളുത്ത പ്രകാശ കൊട്ടാരം പണിത മഹാനായ ബിലാൽ, ഉമയ്യത്തിന്റെ അടിമപ്പാതളത്തിൽ നിന്ന് തക്ബീർ മുഴക്കിയ ബിലാൽ, ബിലാലേ, നിനക്ക് വേണ്ടതെല്ലാം നൽകാമെന്ന് സ്വപ്ന വാഗ്ദാനം ഉമയ്യത്തുമെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം തട്ടിമാറ്റി അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന ബിലാൽ, യാസർ തങ്ങൾക്ക് വന്നതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ശത്രുക്കളെ വന്ന് വിച്ഛേദിക്കുമെന്ന് ഉറപ്പായിട്ട് പോലും അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. മുഹമ്മദിന്റെ അനുയായിയാളെന്ന് പറയുമ്പോഴല്ല, ഓരോ ചാട്ടവാറ കൊണ്ടുവന്ന് ഉമയ്യത്തും കിങ്കരന്മാരും ബിലാൽ തങ്ങളെ ആക്രമിക്കുകയാണ്. അടികൊണ്ടിട്ട് വേദനിച്ചിട്ട് കരയാ പോലും കണ്ണിൽ കണ്ണുനീര് ബാക്കിയില്ലാതെ കഷ്ടപ്പെടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മണലാരണ്യത്തിൽ കിടന്ന് തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാ. അപ്പോഴും അതാ വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവരികയാണ്. പട്ടിണി കിടക്കുന്ന ബിലാൽ തങ്ങളെ ഭക്ഷണം കഴിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, ഒരൊറ്റ നേരം വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞ ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പോലും ബിലാലെ, ഒന്ന് മാറിക്കോ ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറി ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കടാ ബിലാലെ, മുഹമ്മദ് തങ്ങളെ മതത്തിൽ നിന്ന് പിന്മാറൂ ബിലാലെ, നിനക്ക് സ്വർണത്തിന്റെ കൊട്ടാരം തരാം ബിലാലെ, ഈ മദീനയിൽ മക്കയിൽ നിനക്ക് വലിയ വലിയ മോഹങ്ങളല്ല, നിന്റെ മോഹത്തിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ ഞാൻ തരാം ബിലാലെ. ഓരോ പാറക്കല്ലുകൾ നെഞ്ചിൽ വെക്കുമ്പോൾ